പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു ടെസറിൽ വന്നിരിക്കുന്ന ആപ്ലിക്കർക്ക് വന്നിരിക്കുന്ന ഒരു സാരി കേട്ടോ. ഇതിൻ്റെ കളറ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലാവണ്ടർ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ്, ഫുള്ളായിട്ടും ആപ്ലിക് വർക്കാണ് വരിക. നല്ലൊരു കളർ പാറ്റേൺ ആണ്. അതുപോലെ നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ട്രാൻസ്പെറൻ്റ് അല്ല, ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടും അതുപോലെ അൺപ്ലേറ്റ് ആയിട്ടും എല്ലാം നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക, ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. എന്താ ഇങ്ങനെയാണ് ഡിസൈൻ തന്നെ, ഇങ്ങനെ ഇതിൻ്റെ ഉൾഭാഗം വരുന്നു. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഈ കളറിനേക്കാളും സ്വല്പം ഡാർക്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2149 വരിക. ഇത് വിത്ത് ബ്ലൗസും ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ. ഒരു കോപ്പറും ഗ്രേയും ഒക്കെ കൂടെ ബ്ലെൻഡ് ചെയ്തൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ആപ്ലിക് വർക്കാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. നല്ല രസമുള്ളൊരു കളറാണ്. അതുപോലെ അതിൽ ആ ഡിസൈനും കൂടെ വന്നിരിക്കുന്നത് നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഷെയ്ഡിലാട്ടോ ഇത് വരുന്നത്. ഇതൊക്കെ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമാണ്. നമുക്കിത് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഡെയിലി വെയർ ചെയ്യണതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. ഈ മെറ്റീരിയൽ ഹാഫായിട്ട് തന്നെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്കും വരുന്നത്. ഇതൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഉള്ള ആപ്ലിക് വർക്കാണ് ഇതിൽ ഓൾ ഓവർ വരിക. ഇതിൻ്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷന് ഫുള്ളായിട്ടും ആപ്ലിക് വർക്കുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ കളറുകൾ നമ്മളിപ്പോൾ ഈ ബ്ലൂ ഒക്കെ കാണിക്കുമ്പോഴാണ് ചിലർക്ക് ഡൗട്ട് വരിക. ഞാൻ എൻ്റെ മാക്സിമം ഞാനിതിൽ കളറുകൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ വീഡിയോ കോൾ വിളിച്ച് തന്നെ കൺഫേം ചെയ്യുക. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഈ ആപ്ലിക് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഈ ബേസ് കളറിനേക്കാളും സ്വല്പം ഡാർക്കായിട്ടുള്ള കളറിലാണ് ഈ ആപ്ലിക് വർക്കുകൾ വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ടും ആ വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. 2149 ഈ സാരി വന്നിരിക്കുന്നത്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ബേസ് കളറിൻ്റെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളറിലാണ് ഇതിലെല്ലാം ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ വെയ്റ്റ് ലെസ്സാണ്, ട്രാൻസ്പെറൻറ്റും അല്ല, നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ടിലും ആ ആപ്ലിക് വർക്കുകൾ ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്. 2149 ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് തന്നെ ആ വർക്കുകൾ വരുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് വാഷ് ചെയ്യണതിനൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷേ ഷാമ്പു വാഷാണ് കേട്ടോ. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.